ഡിവൈഎഫ്ഐ കിളിമാനൂർ ഏരിയ സമ്മേളനത്തിൽ നിന്ന് പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. ഭാരവാഹികളെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് പ്രതിനിധികൾ ഇറങ്ങിപ്പോയത്. ഏരിയ സെക്രട്ടറി ഭാരവാഹികളെ ഏകപക്ഷീയമായി തീരുമാനിച്ചെന്നാണ് ആരോപണം. ഗോപാൽ ശീലാസനലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോപാൽ, എന്തായിരുന്നു ഇവരുടെ ആവശ്യം? ആരെയൊക്കെ ഭാരവാഹികളാക്കണമെന്നുള്ളതായിരുന്നു? പ്രതിഷേധം എങ്ങനെയായിരുന്നു? അശ്വതി, ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടന്ന ഡിവൈഎഫ്ഐയുടെ ഏരിയ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടാകുന്നത്. ഏരിയ സമ്മേളനം അലങ്കോലപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വാക്കേറ്റവും തർക്കവും പരസ്യ പ്രതിഷേധവും ഒക്കെയാണ് ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഏരിയ സമ്മേളനത്തിൽ സമ്മേളന പ്രതിനിധികൾ നിശ്ചയിച്ച ഭാരവാഹികളെ അട്ടിമറിച്ചുകൊണ്ട് CPMന്റെ ഏരിയ സെക്രട്ടറി ഏകപക്ഷീയമായി സ്വന്തം നിലയ്ക്ക് ഭാരവാഹികളെ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നിവർ ആരോപിക്കുന്നു. സാധാരണഗതിയിൽ ഡിവൈഎഫ്ഐയുടെ സംഘടനാ രീതി എന്ന് പറയുന്നത് സംഘടനാ സമ്മേളനം ചർച്ച ചെയ്യുകയും സമ്മേളന പ്രതിനിധികളെ സംഘടനാ സമ്മേളനം തന്നെ ഡിവൈഎഫ്ഐ നേതൃത്വം തന്നെ തീരുമാനിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് ചെയ്യുക. അതിന് വിരുദ്ധമായിട്ട് CPMന്റെ ഏരിയ സെക്രട്ടറി പെരുമാറിയെന്ന് ഇവർ പറയുന്നു. സാധാരണഗതിയിൽ ഇവർ ഡിവൈഎഫ്ഐയുടെ സമ്മേളനം തീരുമാനിച്ചിരുന്നത് മുൻ ഏരിയ പ്രസിഡന്റ്, അതായത് ഈ സമ്മേളനത്തിലെ ഏരിയ പ്രസിഡന്റായി ചുമതല വഹിച്ചിരുന്ന നിയാസിനെ ഏരിയ സെക്രട്ടറി ആക്കുകയും അതിനോടൊപ്പം തന്നെ മറ്റ് രണ്ടുപേരെ പ്രസിഡന്റും ട്രഷററുമാക്കുകയും എന്ന രീതിയിലേക്കായിരുന്നു. എന്നാൽ നിയാസിനെ ഏരിയ സെക്രട്ടറി ആക്കാതെ പകരം CPMന്റെ ഏരിയ സെക്രട്ടറി നിർദ്ദേശിച്ച റിയാസിനെ ആ ചുമതലയിലേക്ക് പരിഗണിക്കണം എന്ന ആവശ്യം ഇദ്ദേഹം തുടർച്ചയായി ആവർത്തിക്കുകയും സമ്മേളന പ്രതിനിധികളെ എതിർക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് വലിയ തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വാക്കേറ്റം എന്ന രീതിയിലേക്ക് പോകുന്നത്. തുടർന്ന് ഈ ഭൂരിഭാഗം വരുന്ന സമ്മേളന പ്രതിനിധികളും സമ്മേളന ഹാളിൽ നിന്ന് പുറത്തേക്ക് വരികയും പുറത്തിറങ്ങി ഇത് ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ തന്നെ പ്രതിഷേധ പ്രകടനം, അതായത് സമ്മേളന വേദിയിൽ തന്നെ പുറത്ത് പരസ്യമായി പ്രതിഷേധം വിളിക്കുകയും പ്രകടനം നടത്തുകയും അടക്കം ചെയ്യുന്ന തരത്തിലേക്ക് പൂർണ്ണമായും സമ്മേളനം അലങ്കോലപ്പെട്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ അവസാനിക്കുകയായിരുന്നു. ശരി, ഗോപാൽ ശീലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്.